പ്രസിദ്ധമായ കോഴിക്കോട് ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ ആചാര ലംഘനങ്ങൾക്കെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധത്തിലേക്ക്. ആചാര ലംഘനത്തിനും ദേവസ്വം അധികാരികളുടെ അലംഭാവത്തിനുമെതിരെ ഈ മാസം 9-ന് നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കും. ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും പ്രാധാന്യവും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നാണ് ഭക്തജനങ്ങളുടെ പരാതി. മലബാർ ദേവസ്വം ബോർഡിനും ലോകനാർക്കാവ് ക്ഷേത്രം ട്രസ്റ്റി ബോർഡിനും ക്ഷേത്രകാര്യങ്ങളിൽ താൽപ്പര്യമില്ല എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. ആചാര ലംഘനങ്ങൾ നടത്തി ക്ഷേത്രത്തെ വിൽപ്പന വസ്തുവായി കണക്കാക്കുകയാണ് ദേവസ്വം ബോർഡും ക്ഷേത്രം ട്രസ്റ്റി ബോർഡും. സംസ്ഥാന സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കാൻ ദേവസ്വം ഭൂമി ഉപയോഗിച്ചുവെന്നും വില്യാപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള വിവിധ പരിപാടികൾ ക്ഷേത്ര സംബന്ധമായ സ്ഥലത്താണ് നടത്തുന്നതെന്നും ആരോപണമുണ്ട്. പഞ്ചായത്ത് പദ്ധതികൾക്ക് ആവശ്യമായ സാധനങ്ങൾ മാസങ്ങൾക്ക് മുൻപ് ക്ഷേത്രഭൂമിയിലാണ് ഇറക്കിയത്. ഇതുവരെ അവിടെ നിന്ന് മാറ്റിയില്ലെന്നും ഭക്തർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ സർക്കാരിന്റെ ഹരിതാമൃതം പദ്ധതിയുടെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത് ഭക്തജന വിമർശനത്തിന് വിധേയമായിരുന്നു. മുൻപ് ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ലക്സ് ക്ഷേത്രഭൂമിയിൽ നിന്ന് എടുത്തുമാറ്റിയ ഭരണസമിതി ക്ഷേത്രമുറ്റത്ത് വെച്ച് നടത്തിയ CITU മെമ്പർഷിപ്പ് വിതരണം തടയാതിരുന്നത് എന്തുകൊണ്ടാണെന്നും ഭക്തർ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അമ്പലത്തിൽ നടക്കുന്ന ക്ഷേത്രത്തിൽ നടക്കുന്ന ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ആചാര വിധ്വംസക പ്രവർത്തനത്തിനെതിരെ ഭക്തജന കൂട്ടായ്മ വരും നാളുകളിൽ ഇതിലും ശക്തിയേറിയ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിക്കുകയാണ്. 9-ന് വൈകിട്ട് 3 മണിക്ക് എടത്തിൽ അയ്യപ്പ ഭജന മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന നാമജപ ഘോഷയാത്ര ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ സമാപിക്കും. സമാപന ചടങ്ങിൽ രാജേഷ് നാദാപുരം പ്രഭാഷണം നടത്തും. ജനം, കോഴിക്കോട്.